ഹൈ കൂട്ടുകാരെ, ഞങ്ങൾ വയനാട്ടുകാർക്ക് പെരുന്നാളായ പിന്നെ നെയ്യപ്പം മസ്റ്റാ. ഈ അടിപൊളി നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെയ്യപ്പം ചുടാനായിട്ട് ഞാൻ പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു, ഒന്ന് കുതിരണല്ലോ. ഞാൻ കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. ഇപ്പൊ അതാ കുതിർന്ന് ഉഷാറായിട്ടുണ്ട്. ഇത് ഞാൻ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോവണല്ലോ, വെള്ളം നന്നായിട്ട് വാർന്നു പോവണം, എന്നിട്ട് വേണം പൊടിക്കാൻ. അപ്പം ഞാനിത് അരിപ്പയിലേക്കൊന്ന് ഇട്ട് വെക്കട്ടെ. കുറച്ചേ ചുടുന്നുള്ളൂ, കൂടുതലൊന്നും ഇല്ല, അരസേറ്. അങ്ങനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകി അരിപ്പയിൽ ഇട്ട് വെച്ചു. അരിപ്പയിൽ നിന്ന് വെള്ളം മൊത്തം അങ്ങ് വാർന്നു പോയിട്ട് വേണം നമുക്ക് പൊടിക്കാൻ. വേഗം ഒരു കറക്കെല്ലാം കറങ്ങി പൊടിഞ്ഞോളൂ. ഇങ്ങനെ അങ്ങ് വെള്ളം വാർന്നു പോയാൽ പിന്നെ തുണിയിലിട്ട് വെച്ചാലും മതി കേട്ടോ. തുണിയിലിട്ട് വെച്ചാലും വേഗം പോകും. അപ്പൊ ഞാൻ കുറച്ച് കഴിയുന്നത് വെറുതെ ഇങ്ങനെ നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ പൊടിക്കുന്നുള്ളൂ. പൊടിച്ചു കഴിഞ്ഞു. ഇത് പുട്ടും പൊടിക്കും പോലെയാണ് കേട്ടോ. പുട്ടിന് പൊടിക്കുന്ന അതുപോലെയാണ് പൊടിക്കുക. തരി വേണം, കുറച്ച് തരി വേണം. പത്തിരിപ്പൊടിക്ക് തീരെ തരി പറ്റില്ലല്ലോ. ഇത് അപ്പത്തിന് കുറച്ച് തരി വേണം. ആവശ്യത്തിന് ഉപ്പ്, ഏലപ്പൊടിയൊക്കെ ഞാൻ നട്ടുണ്ടാക്കിയ ഏലം പൊടിച്ചു വെച്ചതാട്ടോ. ഇനി മൈദപ്പൊടി അങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അപ്പം നല്ല സോഫ്റ്റ് ആവും. കുറേയൊന്നും വേണ്ട, കുറച്ച് മൈദപ്പൊടി ഇടുക. എല്ലാം അങ്ങോട്ട് ഒന്ന് മിക്സ് ആക്കുക മൊത്തത്തിൽ. വെള്ളം ഉരുക്കിയത് ഒഴിക്കുന്നതിന് മുമ്പേ അങ്ങനെ മിക്സ് ആക്കിയാൽ മൈദപ്പൊടി ഒന്നും കട്ട പിടിക്കൂല. മിക്സാക്കി കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇതെല്ലാം കൊള്ളു കേട്ടോ. കണ്ടാ വിചാരിക്കും ഇതിൽ കൂടി കൊള്ളുക എന്നുള്ളത്. വെള്ളം ഉരുക്കി ഒഴിക്കുമ്പോൾ അതങ്ങ് അമരും. ഇനി വെള്ളം ഉരുക്കി ഒഴിക്കുക. ഞാൻ ചൂടോടെ തന്നെ ഒഴിക്കുന്നത് കേട്ടോ. ഈ അരിപ്പയിൽ ഒഴിച്ചാല് കല്ലൊക്കെ അരിപ്പേ കുടിക്കൂടൂ, അല്ലെങ്കിൽ അപ്പത്തിന് കല്ല് കടിക്കൂ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കണ്ടില്ല. അതിന്റെ ലൂസ് ദോശക്കുള്ള മാവിനേക്കാൾ കുറച്ചും കൂടി മുറ്റ് വേണം. നമ്മൾ ആദ്യം തന്നെ കൈകൊണ്ട് ഇത് ഒഴിക്കുന്നതിന്റെ മുമ്പേ നല്ലോണം ഇളക്കി യോജിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ കട്ട പിടിക്കൂല. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളമാണല്ലോ ഇപ്പൊ വെല്ലുരുക്കിയത്, നല്ല ചൂടോടുകൂടി ഒഴിച്ചതാ. നല്ല അടിപൊളി നല്ല സ്മെല്ലുള്ള അപ്പത്തിന്റെ മാവ് ഇതാ റെഡിയായി. ഇത് നമുക്ക് അപ്പം ചുടണമെങ്കിൽ 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം അപ്പം ചുടുന്നുള്ളൂ. അപ്പൊ ഒന്നും കൂടി സോഫ്റ്റ് ആവും. നല്ല അടിപൊളി അപ്പം. ഈ അപ്പം ബീഫും കഴിക്കാൻ വേണ്ടിയിട്ടപ്പം ഞങ്ങൾ ഒരുങ്ങുന്നത്. നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് കട്ട കാണുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ കട്ട അങ്ങ് പോയി പോവും. അപ്പൊ നല്ല റെഡിയാവും. കട്ട പോക്കുകയാണല്ലോ വേണ്ടി. കൈകൊണ്ടാണ് എല്ലാവരും, കൈകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം അങ്ങനെ ആക്കും. ഞാൻ കൈകൊണ്ടല്ല, ഞാൻ കയ്യിലോണ്ടായിരുന്നു. അത് ചൂടാ, ഭയങ്കര ചൂട്. അപ്പൊ ഞാന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചൂടാൻ നോക്കാം. അപ്പം ചൂടാൻ ഒരുങ്ങുക. ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് വേണം ഒഴിക്കാൻ. എണ്ണ ചൂടായി കഴിഞ്ഞു, ഇനി ഒഴിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കട്ടെ എന്താണ് സ്ഥിതി എന്നുള്ളത്. അടിപൊളി, ഇതാ ഉഷാറായി. ഇനി 2 ഒഴിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. വേഗം പണി തീരും ചെയ്യും. നോക്കട്ടെ 2 പറ്റുമെന്നുണ്ട്. ഇതാ 2ാമത്തോ സൂപ്പർ. അപ്പൊ ഇനി അപ്പം ഉഷാറാവും കേട്ടോ. ഈ അപ്പത്തിൽ ഞാന് പൊടിക്കുമ്പോൾ തന്നെ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. അത് ഞങ്ങൾ കാണിക്കാൻ വിട്ടുപോയതാ. പിന്നെ ഏലം ഞാൻ പൊടിച്ചതാട്ടത്, അത് ഞാൻ പൊടിച്ചു വെച്ചിരുന്നു. നല്ല ജീരകം ഞാൻ അരിയിലാണ് ഇട്ടതാ പൊടിക്കുമ്പോൾ. ഉഷാറാകുന്നുണ്ട് അപ്പം. വെല്ലത്തിന്റെ കളറ് പോലെ നിൽക്കും അപ്പത്തിന്റെ കളറ്. വെല്ല നല്ല ഇരുണ്ട വെല്ലാണെങ്കിലുണ്ടല്ലോ അപ്പം നല്ല ഇരുണ്ടുണ്ട്, നല്ലൊരു കളറായിരിക്കും. ഒരു വെള്ള വെല്ലമുണ്ട്. ഞാനിപ്പോൾ ഇത് ചേർത്ത് വെള്ള വെല്ല.
വെള്ള എന്ന് പറഞ്ഞാൽ വെള്ളയില്ല ചോപ്പും അല്ലാത്തൊരു. അങ്ങനെ ആവുമ്പോ ഇതിന്റെ കളറ് വെളുത്തിട്ട് നിൽക്കുക. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെയാ കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, പക്ഷെ കളറിലൊരു വ്യത്യാസം. അപ്പൊ വാങ്ങുമ്പോ ശ്രദ്ധിച്ച് വാങ്ങിയാ മതി. അപ്പത്തിനാന്ന് പറഞ്ഞാൽ ആ ഇരുണ്ട വെല്ലം തന്നോളൂ. ഇത് കുറച്ച് പഞ്ചസാര കെട്ടൊന്നും തോന്നുന്ന സൈസായിപ്പോയി, കുറച്ചൊരു വെളുപ്പ് കളറ്. പക്ഷെ സൂപ്പർ ടേസ്റ്റാ. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് ചുട്ടത്. ഓയിലിൽ ചൂടാ, പാം ഓയിലൊക്കെ ചൂടാ. ഒന്നും കൂടെ ടേസ്റ്റ് ഈ വെളിച്ചെണ്ണ ചുടുന്നതാ. വെളിച്ചെണ്ണ ഞാൻ ആട്ടിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് പേടില്ലാണ്ട് എടുക്കാം. വാങ്ങപ്പോ ഭയങ്കര വിലയാണല്ലോ വെളിച്ചെണ്ണക്ക്. ഇവിടെ അപ്പം ചുടുന്നത് തന്നെ ബീഫും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാ. ബീഫ് വാങ്ങുകയാണെങ്കിൽ അപ്പം ചുടും, അപ്പം ചുടുകയാണെങ്കിൽ ബീഫ് ഉണ്ടായിരിക്കും. അങ്ങനെയാ, ഭയങ്കര ടേസ്റ്റാ. ബീഫും അപ്പം കൂടി കഴിച്ചാൽ ആദ്യം ഞാൻ കഴിക്കൂലായിരുന്നു. ഞാൻ വന്ന സമയത്തൊക്കെ എല്ലാരും കഴിക്കുമ്പോ എനിക്കത് എന്തോ പോലെ ഇരുന്നു. പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങിയാറല്ലേ ഞാൻ ഇതിന് അഡിക്റ്റ് ആയിപ്പോയത്. എന്തോ ഒരു ടേസ്റ്റാന്നറിയാം, രണ്ടും കൂടി അങ്ങ് ചേരുമ്പോ ആർക്കത് വിശ്വസിക്കാനാവൂല. ടേസ്റ്റാന്ന് പറഞ്ഞാല് അപ്പൊ അതിൽ മധുരം ഇടുന്നുണ്ടോ മധുരം ഇടുന്നില്ലേ അങ്ങനെയൊക്കെ പല ചോദ്യ. സാധാ വെല്ല ഉരുക്കി പറഞ്ഞ അപ്പവും പിന്നെ ബീഫും അടിപൊളിയാ. ഞാൻ ചെയ്തു വെക്കണം കേട്ടോ. അപ്പം ചൂടാൻ എന്താ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട് ഞാൻ കാണിച്ചു തന്നു. പിന്നെ ബീഫ് ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ബീഫ് ഉണ്ടാവുമല്ലോ, ഉളിയത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ചുട്ടു നോക്കുക കേട്ടോ. അങ്ങനെ നെയ്യപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്റെ നെയ്യപ്പം ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ.